സൂപ്പർ ലീഗിന്റെ 2024-25 സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് തുടർച്ചയായ തിരിച്ചടികളുടേതാണ്. 3 സീസണുകൾക്ക് ശേഷം ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ്. സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങളാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ഇടയ്ക്ക് ചില കളികളിൽ കിടിലൻ പ്രകടനം കാഴ്ചവെച്ച മഞ്ഞപ്പടയുടെ മത്സരം ഇടയ്ക്ക് അതിദയനീയമാവുകയും ചെയ്തു. ഏറെ നാളുകൾക്ക് ശേഷം സീസണിന്റെ പാതി വഴിയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെ പുറത്താക്കുന്നതും ഇത്തവണ ആരാധകർക്ക് കാണേണ്ടി വന്നു. നിലവിൽ ISL പോയിന്റ് പട്ടികയിൽ 8ാമതാണ് മഞ്ഞപ്പട. അവസാനം കളിച്ച മത്സരത്തിൽ മുംബൈ സിറ്റിയെ വീഴ്ത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. ഹോം ഗ്രൗണ്ടിൽ നടന്ന ഈ സീസണിലെ അവസാന കളിയിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് മഞ്ഞപ്പട ജയം നേടിയത്. ഈ കളിയിലെ മിന്നും പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പോയ വാരത്തെ മികച്ച ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിലെ 3 പേർ. ഇതിൽ 2 പ്ലേയേഴ്സും ഉണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കഴിഞ്ഞ മത്സരവാരത്തിലെ മികച്ച ടീമിന്റെ പരിശീലകനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ TG പുരുഷോത്തമനാണ്. മിഖായിൽ സ്റ്റാറെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇടക്കാല പരിശീലകനായി സേവനം അനുഷ്ഠിക്കുകയാണ് മലയാളിയായ TG പുരുഷോത്തമൻ. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മികച്ച ISL ടീമിൽ ഇടം പിടിച്ച താരങ്ങൾ മിലോസ് ഡ്രിൻസിച്ചും ദുസാൻ ലഗാറ്റോറുമാണ്. മോണ്ടിനെഗ്രോയിൽ നിന്നുള്ള താരങ്ങളായ ഇവർ മുംബൈ സിറ്റി FCക്കെതിരായ കളിയിൽ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഒഡീഷ FCയുടെ തോയ്ബ സിംഗ് ആണ് ഈ ടീമിലെ മറ്റൊരു പ്രതിരോധ താരം. FC ഗോവയുടെ ഡയാൻ ഡ്രാസിച്ച്, ഒഡീഷ FCയുടെ ഹുഗോ ബോമസ്, പഞ്ചാബ് FCയുടെ പുൽഗ വിദാൽ, മുഹമ്മദ് സുഹൈൽ എന്നിവരാണ് ISLലെ കഴിഞ്ഞയാഴ്ചയിലെ മികച്ച ടീമിന്റെ മധ്യനിരയിലുള്ളത്. മുന്നേറ്റ നിരയിൽ FC ഗോവയുടെ ഇക്കർ ഗ്രോരറ്റ്സെന, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരങ്ങളായ അലാദിൻ അജാരെ, ജിതിൻ MS എന്നിവരുമുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇനി ഒരു മത്സരം കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത്. ഈ മാസം 12-ന് നടക്കാനിരിക്കുന്ന കളിയിൽ ഹൈദരാബാദ് FC ആണ് എതിരാളികൾ. എവേ ഗ്രൗണ്ടിലാണ് ഈ മത്സരം നടക്കുക. അവസാന കളിയിൽ ജയം നേടി ശുഭകരമായി സീസൺ അവസാനിപ്പിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം. 2024-25 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെ കളിച്ച 23 മത്സരങ്ങളിൽ നിന്ന് ആകെ 28 പോയിന്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാനായത്. 8 കളികളിൽ മാത്രം ജയിക്കാനായ ബ്ലാസ്റ്റേഴ്സ് 11 കളികളിൽ തോറ്റു. 4 മത്സരങ്ങൾ സമനിലയിലായി. ഇനി സൂപ്പർ കപ്പാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുന്നത്. അതേസമയം ISLന് ശേഷം സൂപ്പർ കപ്പിലും കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരിക്കുന്നുണ്ട്. അടുത്ത മാസം 21-ന് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ഇത്തവണത്തെ സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത്. നോക്കൌട്ട് ടൂർണമെന്റാണിത്.